ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിക്രത്തിനെയാണ് കാണിക്കുന്നത്. വിക്രം ആശുപത്രി കിടക്കുക. അപ്പോൾ വിക്രത്തിന് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. തലയൊക്കെ പൊട്ടി ഒരുപാട് ചോര ഒലിച്ചായിരുന്നു. ഈ സമയം പിന്നീട് കിരണും കല്യാണിയും അവിടെ ഒന്ന് നോക്കി നിൽക്കുക. അവൻ്റെ ലക്ഷ്യം വരുമ്പോൾ തന്നെ നമ്മളെ കൊല്ലാമെന്നും പറഞ്ഞായിരുന്നു വന്നത്, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഇവൻ ഈ കിടപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കിടക്കട്ടെ കിരണേട്ടാ, അവൻ പരോള് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ ഇവിടെ തന്നെ കിടക്കട്ടെ. എന്തായാലും ഇവനെപ്പോലുള്ളവനൊക്കെ ചാകുന്നത് തന്നെയാണ് നല്ലത്, ജീവിച്ചിരിക്കരുത്. പക്ഷേ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കിരണേട്ടനെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ കൊല്ലാതെ വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശൻ വരികയാണ്. ഓ വന്നോ മകനെ, ജയിലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മകനെ കൂടെ കൂട്ടരുന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ കൂട്ടി. ഇപ്പം എന്തായി? ഇവൻ ഈ അവസ്ഥയിലാക്കിയത് എന്തിനാണെന്നറിയാമോ? കല്യാണിയും കാർത്തികയും കൂടെ ഒരു പ്ലോട്ട് നോക്കാൻ പോയപ്പോൾ അവിടേക്ക് പാഞ്ഞടുത്ത് വരുമായിരുന്നു ഗുണ്ടകളെ കൊണ്ടുവൻ. പക്ഷെ കൃത്യസമയത്ത് ഞാൻ എത്തിയതുകൊണ്ട് 2 പെൺമക്കളെ രക്ഷിക്കാൻ പറ്റി. അല്ല, നിങ്ങളിനി മനഃപൂർവ്വം ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നതാണോ? അത് കേട്ടതും അയ്യോ ഒരിക്കലും ഇല്ല മക്കളെ, ഞാൻ അറിഞ്ഞതുപോലുമില്ല ഇവൻ അങ്ങോട്ട് വന്നത്. ഞാൻ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം, അവൻ എവിടെ പോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പുറത്തു പോയെന്ന് കരുതിയാ ഞാനിരുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല മക്കളെ. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയുമായ രാഹുൽ കൊല്ലാൻ വന്നപ്പോൾ അത് വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. അങ്ങനെ വിശ്വാസം നേടിയെടുത്തിട്ട് കല്യാണിയെ കൊല്ലാമെന്ന് നിങ്ങൾ വിക്രത്തിന് ഇത് വാക്ക് കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരിക്കലുമില്ല മക്കളെ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് പോലും ചിന്തിച്ചുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമായിട്ടും എൻ്റെ പെൺമക്കളെ ഇവൻ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മക്കളെ. ഇവൻ പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കണമെന്നും അവൻ്റെ മേലൊരു കണ്ണ് വേണമെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ടും നിങ്ങളത് കേൾക്കാതിട്ട് എന്നെ കുറ്റം പറയുവാണോ? സത്യമായിട്ടും ഞാൻ പറയുന്നതാ, എനിക്കറിയില്ലായിരുന്നു മക്കളെ, അച്ഛനറിയില്ലായിരുന്നു എന്നും പറയുവാണ്. ചിലതൊക്കെ കാണുമ്പോൾ ആ കിരണേട്ടൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുക. ഇങ്ങനെയുള്ള ഒരുത്തനെ എന്തിനാ ഇങ്ങനെ തല്ലി ചതച്ചത്? കൊന്നു കളയായിരുന്നില്ലേ ഇവനെ? ഇവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ മക്കളെ. എന്നിട്ട് എന്തിനാ ഇവനെ കൊന്നിട്ട് എൻ്റെ കിരണേട്ടൻ ജയിലിൽ പോയി കിടക്കണമെന്നാണോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ ഇവനെ ആരെങ്കിലും തട്ടിയാ അതിൻ്റെ പേരിൽ അവരാരും ജയിലിൽ കിടക്കേണ്ടി വരില്ല. ഞാൻ ഏറ്റെടുക്കും ആ കുറ്റം. ഞാൻ ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയി കിടക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മകനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് മകൻ്റെ ഈ അവസ്ഥയിലും ഇവന് കൂട്ടിരിക്കേ, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലേ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നാളെ ഇവൻ്റെ കൈകൊണ്ട് നിങ്ങൾക്കും മരിക്കേണ്ടി വരും. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി ഇങ്ങനെ നിൽക്കുക. എന്നാലും ഇവനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സങ്കടമൊന്നും തോന്നുന്നില്ല. കാരണം ഇവൻ മരിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിക്കുക. ഇവൻ കാരണം മനുഷ്യന് ഒരു മനസ്സമാധാനവും ഇല്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് ആര് കണ്ടു? എല്ലാം കൊണ്ടും എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക. സത്യമായിട്ടും ഇല്ല മോനെ, എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. എൻ്റെ പെൺമക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത്. ഇവൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഞാൻ കൊല്ലും, അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഇവൻ കണ്ണ് തുറക്കും. കണ്ണ് തുറന്ന് ഇവൻ ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ ഉടനെ ഇവനെ പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇനി ഇവനെ പുറത്തുവിടാൻ അവരുദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക. ഈ സമയം പ്രകാശനാണെങ്കിൽ വിക്രത്തെ തുറച്ചു നോക്കുക. ഞാൻ അറിയാതെ എൻ്റെ പെൺമക്കളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അല്ലേടാ. പക്ഷെ എൻ്റെ മോള് കല്യാണിക്ക് ദൈവശക്തി ഉണ്ടടാ. അവൾ ദൈവത്തിൻ്റെ കുഞ്ഞാ. അതുകൊണ്ട് അവൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ എൻ്റെ ദേവി അനുവദിക്കില്ലടാ. എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കിയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇവനെ കൊല്ലാൻ തോന്നുക, പക്ഷേ കൈ വിറയ്ക്കുക. അത്രയ്ക്ക് ഞാൻ ഇവനെ സ്നേഹിച്ചതാ. എൻ്റെ ഈശ്വര, എന്തിനാ എന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ പ്രകാശൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത്. മൂങ്ങ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഓണത്തിന് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല മോളെ. കാരണം അവിടെയും കുറേ അന്തേവാസികളില്ലേ എന്നെപ്പോലെ തന്നെ. അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അവരുടെ മക്കളോടൊപ്പം ഓണം കൂടാൻ. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ മക്കളെ പോലെ അല്ലല്ലോ അവരുടെ മക്കൾ. അതുകൊണ്ട് അവർക്കാർക്കും മക്കളോടൊപ്പം സന്തോഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനും വരുന്നില്ല മോളെ. ഇവിടുത്തെ കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് വന്നാൽ മതി. അത് കേട്ടതും അതൊക്കെ ശരി, പക്ഷെ തിരുവോണത്തിന് ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ആര്? പ്രകാശനല്ലേ. അവനെ വീട്ടിൽ കയറ്റുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം ആലോചിക്കണം, വേണോ വേണ്ടയോ എന്ന്. എന്നിട്ട് വേണം അത് ചെയ്യാൻ.
അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് മറന്നുപോയോ? അയ്യോ, കല്യാണി മോള ഇതിനൊക്കെ തീരുമാനം എടുത്തത്. കല്യാണി എന്തു പറഞ്ഞാലും അതിനൊപ്പം തുള്ളേണ്ട ആവശ്യമില്ല. ദീപേ, ഒരു കാര്യം ഞാൻ പറയാം. കല്യാണി മോളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും നിനക്ക് കണ്ണീര് തോരില്ല. അതുകൊണ്ട് ഈ അമ്മ പറയുന്നേ. എനിക്കറിയാമേ, എൻ്റെ മോളെക്കുറിച്ച് അമ്മ പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയാം. പക്ഷെ പേടിയാ. ഓരോ ദിവസം പോകുന്തോറും എനിക്ക് നല്ല പേടിയാ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും വരിക. ആഹാ, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് മക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മമ്മ ഇവിടെ ഉള്ളത് നന്നായി. ഒരുത്തന്നെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ആരെ? വേറെ ആരെ? അവനെ, ആ വിക്രമാദിത്യനെ. എന്താ മോളെ, അവൻ വീണ്ടും വല്ല ഏടാകൂടെ ഒപ്പിച്ചോ? അവനെ കല്യാണിയും കാർത്തികയും കൂടെ ഒരു പ്ലോട്ട് നോക്കാൻ പോയിരിക്കുമായിരുന്നു. അവിടേക്ക് ഗുണ്ടകളെയും കൊണ്ട് പാഞ്ഞെടുക്കുമായിരുന്നു. എന്നിട്ട് ഇവരെ കൊല്ലാൻ നോക്കി. കൃത്യസമയത്ത് ഞാൻ ചെന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ ആശുപത്രിയിലാക്കിയാനായിരുന്നു. അത് കേട്ടതും ഈശ്വര, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, സൂക്ഷിക്കണമെന്ന്. അധികം പുറത്തങ്ങ് ഇറങ്ങി നടക്കരുതെന്ന്. ഇപ്പം എന്തായി? അമ്മുമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ഇത് തന്നെയാണ് പറയുന്നത്. മോളും കാർത്തികയും ഒറ്റയ്ക്കും എവിടെ പോകരുതെന്ന്. പോകുമ്പോൾ ആരെങ്കിലും കൂടെ കാണണമെന്ന്. എല്ലാവരെയും കൂടെ കൊണ്ട് നടന്നില്ലെങ്കിൽ മോളെ, അവൻ്റെ സ്വഭാവം അറിയാലോ. കാലനാവൻ, കയറും കൊണ്ട് നടക്കുന്ന കാലൻ. കൊന്നും കൊല വിളിച്ചും അറപ്പും വെറുപ്പും തീർന്നവൻ. അതുകൊണ്ട് മോള് സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ. അവനെ തീർത്തും കണ്ണു അടച്ച് വിശ്വസിക്കേണ്ട. വല്ലാത്ത പേടിയാണ് എനിക്ക് അവൻ പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. എന്തായാലും പ്രകാശൻ കൂട്ടിരിപ്പുണ്ട്. അത് കേട്ടതും അവൻ തന്നെ കൂട്ടിരിക്കട്ടെ. മകനെ പുന്നാരിച്ച് വളർത്തിയതല്ലേ, അതിനെ അനുഭവിക്കട്ടെ. എന്തു പറയാനാ, എല്ലാം അനുഭവിച്ച് തീർക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇതുകൊണ്ടാണ് പറഞ്ഞത് ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന്. അതെ അമ്മേ, ഇത്രയൊക്കെ ചെയ്തു. എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം കല്യാണിയെ കൊല്ലാൻ മകന് കൂട്ടു നിൽക്കുമായിരുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെ സംഭവിക്കാനേ വഴിയുള്ളൂ. അവനെ ഇതുകൊണ്ടാണ് കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മമ്മേ. അച്ഛൻ അങ്ങനെ അറിയാതെയാണിത് സംഭവിച്ചെന്ന് അച്ഛൻ പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും കാര്യം. അറിയാതെ തന്നെയായിരിക്കും ഇത് സംഭവിച്ചത്. പാവത്തിന് അറിയില്ലായിരിക്കും. പിന്നെ ഒരു പാവം. അവനെല്ലാം അറിയാം മോളെ. സ്വന്തം മകന് വേണ്ടി എല്ലാം കണ്ണടയ്ക്കുക. അവനൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അവൻ്റെ മകനാണ് അവന് ജീവൻ, അവനാണ് അവന് വലുത്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിങ്ങളെ അവൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് പോയി. ഈ സമയം ദീപ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? ഓണത്തിന് അവനെ ഇങ്ങോട്ട് വിളിക്കണോ? അതൊക്കെ ആലോചിക്കാം അമ്മേ, അതൊന്നും വേണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം കല്യാണി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വിക്രം പതുക്കെ കണ്ണു തുറന്നു. എന്നിട്ട് എല്ലായിടത്തും നോക്കുക. ഞാനെങ്ങനെ ഇവിടെ? നീ കണ്ണു തുറന്നോ? എന്താടാ മോനെ സംഭവിച്ചത്? അത് തന്നെ എനിക്കും അറിയാത്തത്. എന്താ സംഭവിച്ചത്? ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടെ എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ നീ ഇവിടെ നിന്നെ ഇവിടെ കിടത്തിയിട്ട കിരൺ എന്നെ വിളിച്ചു പറഞ്ഞതാ നീ ഇവിടെ ഉണ്ടെന്ന്. എന്താ സംഭവിച്ചത്? ഒന്നും പറയണ്ട. എൻ്റെ എല്ലാ പ്ലാനുകളും തകർത്തു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ആശുപത്രിയിൽ 2 പോസ്റ്റ്മോർട്ടം നടന്നാനായിരുന്നു. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, എൻ്റെ പെൺമക്കളെ കൊന്നിട്ട് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ നീ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിൻ്റെ പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തും. നിങ്ങളെന്താ പരട്ടക്കളവ ആലോചിക്കുന്നേ? ഞാൻ എന്താ സംഭവിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ആ കല്യാണിയും കാർത്തിയും കൊല്ലാനുള്ള എല്ലാ വഴികളും തുറന്നതാ. അവരെ കൊല്ലാനായിട്ട് ഞാൻ എത്തിയതാ. ആ കിരൺ വന്ന് എല്ലാം തൊലച്ചു. എൻ്റെ സ്വപ്നങ്ങളും തകർത്തു. വല്ലാത്ത കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് കിടക്കുക. മോനെ, എന്തിനാടാ അങ്ങനെ ചെയ്തത്? ഞാനും വിളിച്ച കല്യാണി മോൾ എവിടെയും വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കല്യാണി മോളെ ഞാൻ അവിടെ എത്തിച്ചോളാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് പിന്നെ നീ എന്തിനാ എടുത്തു ചാടിയത്? എനിക്കാരെയും വിശ്വാസമൊന്നുമില്ല. ആ രാഹുലങ്ങൾ എന്നോട് പറഞ്ഞതാ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ, നിങ്ങളെ വിശ്വസിക്കരുതെന്ന്, നിങ്ങൾ ചതിക്കുമെന്ന്. നിങ്ങളാണോ ഞാൻ അവിടെ നിന്ന് പോകുന്ന കാര്യം വിളിച്ചു പറഞ്ഞത്? എടാ മോനെ, നീ എവിടേക്കാ പോയെന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അറിയാതെ എങ്ങനെയാടാ നീ വിളിച്ചു പറയുന്നത്? നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീയാടാ എനിക്ക് വലുത്, അല്ലാതെ അവരൊന്നുമല്ല എന്നും പ്രകാശൻ. അത് കേട്ടതും എനിക്കത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ പഠിച്ച കള്ളൻ. അതുകൊണ്ട് തന്നെ
എന്തൊക്കെ ചെയ്താലും നിങ്ങളെ എനിക്ക് വിശ്വാസം ഇല്ല, തീരെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ കിടക്കുക. ഈ സമയം അതേടാ, നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കെൻ്റെ കല്യാണി മോളെ വിശ്വാസമാടാ. അവളെ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ തീർക്കൂടാ. എൻ്റെ പെൺമക്കളെ എൻ്റെ സ്വർഗം, അവരാണ് എൻ്റെ ശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദ് ജയിലിലെ കമ്പിയിൽ തുരുമ്പ് പിടിച്ചോന്നും പറഞ്ഞ് ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും രാഹുൽ വന്നു. എന്താടാ നീ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗെ? ഒന്നും പറയണ്ടങ്ങളെ, ഇവിടുന്ന് ചാടാനൊരു വഴി കണ്ടുപിടിക്കണമല്ലോ, അതിന് ഈ കമ്പികളൊക്കെ തുരുമ്പ് പിടിപ്പിക്കുക. അത് കേട്ടതും നീ ചാടിക്കോ, എനിക്ക് ചാടാനൊന്നും വയ്യ. അത് കേട്ടതും അതെന്താ അങ്കിളിന് രക്ഷപ്പെടണമെന്നില്ലേ? ഇല്ലടാ, ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടത്തേക്കാളും കഷ്ടമാണ് അവിടുത്തെ കാര്യം. അവിടെ നടക്കുന്നതൊന്നും കാണാൻ വയ്യ. അതിനേക്കാൾ നല്ലത് ഇവിടെ കിടക്കുന്നതാ എന്നും രാഹുൽ അത് കേട്ടതും എന്തായാലും ഞാൻ ചാടും അങ്ങളെ, ഞാൻ ചാടിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ചെന്നൈയിലേക്കായിരിക്കും. പിന്നെ ചെന്നൈ പോയി കഴിഞ്ഞാൽ പോലീസുകാർക്കറിയാം എന്നെ കിട്ടാൻ പാടാന്ന്. അതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം തകർക്കണം അങ്ങളെ. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ആൾക്കാരിവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് കിരണിനെയും കല്യാണിയെയും കാർത്തികയും ഒക്കെ തീർത്തോളും എന്നൊക്കെ പറയണേടാ. നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല അത്. അവരെ തീർക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഗംഗെ. അങ്കിളൊന്ന് പൊയ്ക്കേ, എന്നെക്കുറിച്ച് അറിയാൻ പാടിഞ്ഞിട്ടാ. അവൻ എത്ര കരുത്തനാണെങ്കിലും അവനെ തകർക്കാൻ എനിക്കിതേ ഇത്രയും സമയം മതി എന്നൊക്കെ പറയണം. അത് കേട്ടതും അത് നിൻ്റെ വിശ്വാസം, എന്നിട്ട് നീ എന്താ തകർക്കാതിരുന്നത്? അതെൻ്റെ സമയദോഷം, അല്ലാതിപ്പോൾ ഞാനെന്ത് പറയാനാ? പക്ഷെ എന്തുകൊണ്ടും ഞാനൊരു കാര്യം പറയാങ്ങളെ, അവനെ കൊന്നിട്ടേ ഞാൻ വീണ്ടും തിരിച്ചു വരുവാണെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും പോലീസുകാരൻ വരിക. എടാ ഗംഗെ. എന്താ സാറേ? വീണ്ടും സുന്ദരി വന്നിട്ടുണ്ടടാ. സുന്ദരിയോ? അതേടാ സുന്ദരി, അന്ന് വന്നില്ലേ ആ സുന്ദരി. അത് വീണ്ടും നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഓ സ്റ്റെഫിയോ? സ്റ്റെഫിയാണോ സ്റ്റെപ്പാണോ എന്നൊന്നും അറിയില്ല. അങ്ങോട്ട് ചെല്ല്. അല്ലടാ, അതാരാ? നിന്റെ കാമുകിയാണോ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ എന്നും ഗംഗ അത് കേട്ടതും കൊള്ളാം അടിപൊളിയാടാ, നിനക്കൊക്കെ ഇത്രയും നല്ല സുന്ദരി എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ അങ്ങ് പോവുക. അങ്ങളെ, സ്റ്റെഫി ആയിരിക്കും വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിക്രം കാര്യം സാധിച്ചു എന്ന്. ആ കാര്യം പറയാനായിട്ടായിരിക്കും സ്റ്റെഫി വന്നത്. ഞാനൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് എഴുന്നേറ്റ് നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ സ്റ്റെഫി അവിടെ നിൽക്കുന്നു. എന്താടി, കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ആ വിക്രം കല്യാണിയും കാർത്തികയും കൊന്നോ? പിന്നെ എല്ലാം പൊളിഞ്ഞ് പാളീസായടാ. അത് കേട്ടതും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ പറഞ്ഞതിനേക്കാളും ഡബിൾ മടങ്ങ് സ്ട്രോങ്ങാ ആ കിരൺ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എല്ലാ പ്ലാനുകളും കൃത്യമായിരുന്നു. ഒരു സംശയമില്ലാതെ കാർത്തികയെയും കല്യാണിയെയും ആളൊഴിഞ്ഞ ആ സ്പോട്ടിൽ ഞാൻ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവസാനം അത് വേറെ വലിയ പ്രശ്നമായി മാറി. എന്തുപറ്റി? കൃത്യസമയത്ത് വിക്രം അവിടെ എത്തി. എന്നാൽ വിക്രത്തിന് പിന്നാലെ ആ കിരൺ വന്നതോടുകൂടെ വിക്രത്തെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ കണ്ടതൊക്കെ ഒരു സിനിമ പോലെ എനിക്ക് തോന്നിയത്. അടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടി. പിന്നെ കിരണിൻ്റെ പ്രകടനം മുഴുവനും കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എനിക്കും കിട്ടി ഇടയിൽ വെച്ച്. പിന്നെ അത് ഞാൻ കാര്യമാക്കിയില്ല. കാര്യമാക്കാൻ പറ്റില്ലല്ലോ, എന്നാ ചെയ്യാനാ? ഞാൻ മിണ്ടാതെ നിന്നു. പിന്നെ ആ കിരണെ വിക്രത്തിനെടുത്ത് മുകളിൽ നിന്ന് എടുത്തിട്ട് അമ്മാനും ആടുമായിരുന്നു എന്നേ. അവനിപ്പോൾ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക. എന്നിട്ട് അവനെ പോയി കണ്ടോ? ഇല്ലല്ലോ, എനിക്കതിന് പറ്റില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് സംശയമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അവൻ്റെ കാര്യം പോക്ക. അത്രയ്ക്ക് ഭയങ്കര അടിയായിരുന്നു. അവനെ അടിച്ച് തൂക്കിയെടുത്ത് വലിച്ചടിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജെഫ് ഇങ്ങനെ പറയാ. എല്ലാ പ്ലാനുകളും പൊളിഞ്ഞല്ലോ. നീ പുറത്തു വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളടാ. നീ പേടിക്കേണ്ട സ്റ്റെഫി, ഞാൻ വരും. അധികം വൈകാതെ തന്നെ വരും. എന്നാൽ ഞാൻ ചെല്ലട്ടെ. എന്നെ അവർക്കാർക്ക് സംശയമില്ല. ആളൊഴിഞ്ഞൊരു പ്ലോട്ട് കാണിച്ചാൽ അവിടെ വീട് വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പിന്നാലെ കുറേ നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അങ്ങ് പോവുക. ഈ സമയം രാഹുലിൻ്റെ അടുത്ത് ഗംഗാപ്രസാദ്, അങ്കിളെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു. ആ കിരൺ ആ വിക്രത്തെ ആശുപത്രിയിലാക്കി. ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞത് നിനക്ക് വല്ല വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം മനസ്സിലായോ അവൻ കരുത്തനാണെന്ന്? അങ്ങനെയുള്ളപ്പോൾ അവനെ വിക്രമെന്നല്ല 10 പേര് ചെന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കരുത്തനാണവൻ. അവൻ്റെ കരുത്ത് എനിക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുക. ഇത് കേട്ടതും ഗംഗാപ്രസാദ്, ഇല്ലങ്ങളെ, അങ്ങനെ ഞാനത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ കൊന്ന് ആ കല്യാണിയെയും കാർത്തികയെയും കൊന്ന്
ഞാൻ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ രാഹുൽ നടന്നത് തന്നെ. നീ എന്താലോചിച്ചാലും നടക്കില്ല. കിരണേ ശക്തനാ, അതിശക്തൻ. ദൈവങ്ങളുടെ കൂട്ടുണ്ട് ആ കല്യാണിക്ക്. അതുകൊണ്ട് ആ കിരണിൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞപ്പോൾ അവരെ ഒന്നിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ആരെയൊക്കെ നീ ആ വീട്ടിൽ കൊല്ലാൻ ശ്രമിച്ചാലും നടക്കില്ല. കാരണം ശക്തിയുള്ളവളാ കല്യാണിയുടെ ശക്തി അതിനൊന്നും സമ്മതിക്കുകയില്ല. അങ്ങനെ മരിക്കണമെങ്കിൽ ആദ്യം കല്യാണി മരിക്കണം എന്നും രാഹുൽ പറയുന്നത് കേട്ട് ഗംഗ ആ കടുത്ത തീരുമാനം എടുക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.